നമസ്കാരം. ഈ കഴിഞ്ഞുപോയ ആണ്ടിൻ്റെ അവസാന ഭാഗത്തും ഈ ആണ്ടിൻ്റെ തുടക്കത്തിലും ഇൻ്റർനാഷണലി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് തുടങ്ങിയത് വാസ്തവത്തിൽ സൊമാലിലാൻഡിനെ ഇസ്രായേൽ അംഗീകരിച്ചതോടുകൂടിയാണ്. അതിന് തുടർച്ചയായിട്ട് ഇറാനിലെ റിവോൾട്ട് വന്നു. രണ്ടും തമ്മിൽ ബന്ധമില്ല, പക്ഷേ ഇറാനിൽ റിവോൾട്ട് വന്നു. അത് കഴിഞ്ഞ് സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിൽ യമനെ സംബന്ധിച്ചൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഇപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായി കേൾക്കുന്ന വാർത്ത വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയ ഇടപെടലാണ്. അപ്പോൾ ഈ ഈ വാർത്തകളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെനിസ്വേലയിലെ US ഇടപെടലിനെ കുറിച്ചാണ്. അപ്പോൾ വെനിസ്വേല നമുക്കറിയാവുന്നതുപോലെ തെക്കേ അമേരിക്കയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് വരുന്ന രാജ്യമാണ്. ഏറ്റവും വടക്കേ അറ്റത്ത് വരുന്ന കൊളംബിയ, വെനിസ്വേല രാജ്യങ്ങളാണ് ഏറ്റവും അതിൻ്റെ തെക്കേ അമേരിക്കയുടെ വടക്കൻ ഭാഗത്തായിട്ട് വരുന്നത്. അപ്പോൾ അതിന് തൊട്ട് പുറത്ത് കാണുന്ന കടൽ പ്രദേശത്ത് നമ്മൾ കരീബിയൻ സീ എന്ന് വിളിക്കും. അപ്പോൾ ഈ കരീബിയൻ സീയെയും പസഫിക് ഓഷനെയും തമ്മിൽ വേർതിരിച്ചുകൊണ്ടുള്ള ഒരു ലാൻഡ് സ്ട്രിപ്പ് അവിടെയാണ്. നമ്മൾ പനാമയും നിക്കരാഗിയും ഒക്കെ വരുന്ന ഒരു ലാൻഡ് സ്ട്രിപ്പ്. ആ ലാൻഡ് സ്ട്രിപ്പ് വന്ന് അവസാനിക്കുന്നത് കൊളംബിയയിലാണ്. കൊളംബിയയുടെ തൊട്ടിപ്പുറത്താണ് വെനിസ്വേല എന്ന് പറയുന്ന രാജ്യമുള്ളത്. അപ്പം വെനിസ്വേലയുടെ നോർത്തേൺ പാർട്ടിലായിട്ട് വരുന്നത് കരീബിയൻ സീ എന്ന് പറയുന്ന അറ്റ്ലാന്റിക് ഓഷന്റെ ഭാഗമായിട്ടുള്ള ഭാഗമാണ് വരുന്നത്. അപ്പം പിന്നെ നമ്മൾ ആ ലാൻഡ് സ്ട്രിപ്പിലൂടെ കടന്ന് നോർത്ത് അമേരിക്കയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് മെക്സിക്കോയാണ്, പിന്നെ വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഇതാണ് അതിൻ്റെ ജിയോഗ്രാഫിക് ലൊക്കേഷൻ എന്ന് പറയുന്നത്. വെനിസ്വേല ഒരു വലിയ രാജ്യമാണ്. നമ്മളുടെ ഇന്ത്യയുടെ ഏകദേശം 1/3 വിസ്തൃതി വരും ഈ രാജ്യത്തിന്. പക്ഷെ ജനസംഖ്യ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഏതാണ്ട് ഒരു 3.15 കോടി മനുഷ്യർ മാത്രമേ ഈ രാജ്യത്ത് അധിവസിക്കുന്നുള്ളൂ. മെജോറിറ്റി ഓഫ് ദം ആർ ക്രിസ്ത്യൻസ്. ഇനി അവരുടെ റൈസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ സ്പാനിയാർഡ്സ് 1522 ഈ വെനിസ്വേലയിൽ എത്തിയിട്ടുണ്ട്. കൊളംബസ് സ്പെയിൻകാരനായിരുന്നു. അപ്പോൾ ഈ അമേരിക്കൻ കോണ്ടിനെന്റിനെ കീഴടക്കിയത് സ്പാനിയാർഡ്സ് ആണ്. അപ്പോൾ അവർ ആദ്യം എത്തുന്നത് മെക്സിക്കോയിലാണ്. അപ്പോൾ മെക്സിക്കോയുടെ തൊട്ട് താഴെയുള്ള ഒരു രാജ്യം എന്ന നിലയിൽ വെനിസ്വേലയിലും അവർ ആദ്യ കാലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. വെനിസ്വേല അവർ 1522 കോളനൈസ് ചെയ്തിട്ടുണ്ട് സ്പെയിൻ. അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ കീഴടക്കി അവരോട് ഭരിക്കുകയും അത് കോളനൈസ് ചെയ്ത് വെക്കുകയും ചെയ്തു. പിന്നീട് അവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിച്ചുമൊക്കെ അവിടെ മിക്സഡ് റേസുകളുണ്ട്. ഇപ്പോൾ അവിടെയുള്ള ജനത്തിലെ ഒരു 51.6% മൊറൈനോ എന്ന് വിളിക്കുന്ന ഒരു റേസാണ്. മൊറൈനോ എന്ന് പറഞ്ഞാൽ സായിപ്പും അവിടുത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ചേർന്നുണ്ടായിട്ടുള്ള വെളുത്ത വർഗ്ഗക്കാർ തന്നെയാണ്. പക്ഷെ അവരുടെ മുടിയും പുരികവും ഒക്കെ കറുത്ത ഹെയർസാണ് അവർക്ക് ഉണ്ടാവുക. അപ്പം അതാണ് അവിടുത്തെ ഒരു മെജോറിറ്റി റേസ് എന്ന് പറയുന്നത്. പിന്നീട് വൈറ്റ് പീപ്പിൾ 43.6% വൈറ്റ് പീപ്പിളാണ്. ഒരു 3.6% ബ്ലാക്സ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യനാണ്, 99% ക്രിസ്ത്യനാണ്. അതിൽ തന്നെ മെജോറിറ്റി 80%-ലധികം കാത്തോലിക്സുമാണ്. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ജനറൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1811 തന്നെ ഈ വെനിസ്വേല സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുണ്ട്. അപ്പം 1522 സ്പെയിൻ അത് കോളനൈസ് ചെയ്തു. 1811 തന്നെ അവിടെ സ്വാതന്ത്ര്യം പ്രാപിക്കപ്പെട്ടു. ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ്. അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ വിവിധ സ്റ്റേറ്റുകളും പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പോലെ ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ് അവിടെ നിലവിലുള്ളത്. അപ്പോൾ അത് പിന്നീട് ഡെമോക്രാറ്റിക് ആയിട്ടും പട്ടാള ഭരണാധികാരികൾ പിടിച്ചെടുത്തും പല പൊളിറ്റിക്കൽ ടർമോയിൽസ് ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. വലിയ സമ്പന്ന രാജ്യമൊന്നും പറയാൻ നിവൃത്തിയില്ല. നമ്മൾ സമ്പത്തിന്റെ പട്ടിക നോക്കുകയാണെങ്കിൽ 120 മേലെയാണ് അവരുടെ റാങ്ക് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദരിദ്ര രാജ്യം എന്ന് തന്നെ വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാവുന്ന ഒരു രാജ്യമാണ്. ആളുകൾ പൊതുവെ ജീവിക്കുന്നത് ടൗണുകളോട് ചേർന്നിട്ടാണ്. ഇതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കരാക്കാസ് എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. അവരുടെ പോപ്പുലേഷന്റെ നല്ലൊരു ശതമാനവും ആ സിറ്റിയോട് ചുറ്റിപ്പറ്റി ജീവിക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഒരു 1999 ഷാവേസ് എന്ന് പറയുന്ന ഒരാളുടെ ഭരണം ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ ഷാവേസ് എന്ന് പറഞ്ഞ അയാൾ പട്ടാളക്കാരനായിരുന്നു, പൊളിറ്റീഷ്യനുമാണ്. 1992 ഒരു മിലിറ്ററി കൂ വഴി അയാൾ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു, പരാജയപ്പെട്ടു. പിന്നീട് രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ച് 1999 അയാൾ ഇലക്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇലക്ട് ചെയ്യപ്പെട്ട അയാൾ പ്രസിഡന്റായി. 2002 അദ്ദേഹത്തെ പട്ടാളക്കാർ എക്സ്പെൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 3 ദിവസം കഴിഞ്ഞ് അയാൾ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ അയാൾ പട്ടാളക്കാരുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുന്നു. ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പട്ടാളവും പിന്നീട് ഷാവേസും ചേർന്നുള്ളൊരു ഭരണമാണ് പിന്നീട് ആ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നത്. പിന്നീട് 1999 സെലക്ട് ചെയ്യപ്പെട്ട ശേഷം ഈ ഷാവേസ് മരിക്കുന്ന 2013 2013 വരെ ഷാവേസ് അവിടെ ഭരണത്തിലുണ്ട്.
എല്ലാ 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ നടക്കാറുണ്ട്. പക്ഷേ ഇലക്ഷനിൽ പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ജയിലിലായിരിക്കും. അപ്പം ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ എപ്പോഴും ഈ ഷാവേസ് മാത്രമേ ജയിക്കാറുള്ളൂ. അങ്ങനെ 2013 ഇലക്ഷനിലും ഇദ്ദേഹം ജനുവരിയിലായിരുന്നു ഇലക്ഷൻ. അദ്ദേഹം ജയിച്ചു. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് ക്യാൻസർ ബാധിതനായി. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മരിച്ചുപോയി. മാർച്ചിൽ അദ്ദേഹത്തിന്റെ കൂടെ വൈസ് പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്യുന്ന നിക്കോളാസ് മാദൂരോ എന്ന് പറയുന്ന നേതാവ് അവിടെ പ്രസിഡന്റായി. അപ്പൊ നിക്കോളാസ് മാദുരോയുടെ കയ്യിൽ അധികാരം വന്നു. അപ്പൊ അദ്ദേഹവും മറ്റേ ആളുടെ സ്റ്റൈൽ തന്നെയാണ് പിന്തുടർന്നത്. പട്ടാളവുമായിട്ട് ഒരു കോalitionൽ ഈ ഭരണം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയി. ഇലക്ഷൻസ് നടക്കും. 2018-ലും 2024-ലും ഒക്കെ ഇലക്ഷൻസ് നടന്നിട്ടുണ്ട്. പക്ഷെ ഭൂരിപക്ഷം എപ്പോഴും നിക്കോളാസ് മാദുരോയ്ക്ക് മാത്രമേ കിട്ടാറുള്ളൂ. 2024 ഇലക്ഷനിലാണെങ്കിൽ പ്രമുഖ പ്രതിപക്ഷ കക്ഷി നമ്മളുടെ ഇപ്രാവശ്യത്തെ സമാധാനത്തിന്റെ നോബൽ പ്രൈസ് കിട്ടിയ മാരിയ മച്ചാഡോ എന്ന് പറഞ്ഞൊരു ലേഡിയുണ്ട്. അവർക്കാണ് ഇപ്രാവശ്യം സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. അവർ ട്രംപിന് സമർപ്പിക്കുകയൊക്കെ ചെയ്തത്. ട്രംപിനെ പേടിച്ചിട്ടാകട്ടോ. കാരണം ട്രംപ് സമാധാനത്തിന് നോബൽ പ്രൈസ് വേണമെന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ച് മോഹിച്ച് നടന്ന സാധനമാണ്. ആ സാധനം കിട്ടിയത് നമ്മളുടെ മരിയ മച്ചാഡോയ്ക്കാണ്. അപ്പൊ അവരത് കിട്ടിയ സമയത്ത് ട്രംപിന് സമർപ്പിക്കുന്നു എന്നവർ പറയുകയുണ്ടായി. അപ്പൊ അവര് ഈ വെനിസ്വേലയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രക്ഷോഭം നയിക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ ജനാധിപത്യം നിലവിലില്ല എന്ന് തന്നെ പറയാം. ഈ മദുരോയുടെ ഒരു ഏകാധിപത്യമാണ് നിലവിലുള്ളത്. പട്ടാളക്കാരുമായി ചേർന്നുകൊണ്ടാണ് അയാൾ ഏകാധിപതിയായിരിക്കും. അതുകൊണ്ട് അയാൾക്കവിടെ സ്റ്റേബിളായിട്ട് ഭരിക്കാൻ പറ്റുന്നുണ്ട്. ഭരണത്തിന്റെ ഫ്രൂട്ട്സ് ഒക്കെ വളരെ ചുരുക്കം പേർക്ക് പട്ടാള ഭരണം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് സാധാരണ ജനങ്ങൾ എന്തായാലും തൃപ്തരായിരിക്കുകയില്ല എന്നുള്ളത് നമുക്ക് വളരെ ഉറപ്പാണ്. സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ല, മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ല, ആർക്കും പോലീസ് സ്റ്റേഷനിൽ പോയാൽ നീതി കിട്ടുകയില്ല, പണം മുഴുവൻ ആരും അടിച്ചു മാറ്റി കൊടുക്കും, സാധാരണ ജനത്തിന് ദാരിദ്ര്യമായിരിക്കും. ഇതൊക്കെ എല്ലാ പട്ടാള ഭരണാധികാര രാജ്യങ്ങളിലും നമ്മുടെ സമീപത്തുള്ള നമ്മുടെ പാകിസ്ഥാനിലൊക്കെ കാണുന്നത് പോലത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയായിരിക്കും ജനറലായിട്ട് അവിടെ ഉണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പൊ ഇതില് ഈ നിക്കോളാസ് മാദൂരോ എന്ന് പറയുന്ന ആള് ആ 24 ഇലക്ഷന്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ട് 24 ഇലക്ഷനിൽ ഈ മരിയ മച്ചാഡോയ്ക്ക് ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകേണ്ടി വന്നു. കാരണം അവരെയൊക്കെ പിടിച്ച് ജയിലിടുന്ന സാഹചര്യം വന്നപ്പോൾ അവർ പുറത്തുപോയി. അങ്ങനെ അവരുടെ പാർട്ടിയിൽ തന്നെ പെട്ട എമുഡോ ഗോൺസാലസ് എന്ന് പറയുന്ന ആളാണ് ഈ 2024 ഇലക്ഷനിൽ മത്സരിച്ചത്. ഇന്റർനാഷണൽ കണക്കുകൾ അനുസരിച്ചും അവരുടെ പ്രതിപക്ഷ പാർട്ടിയുടെ കണക്കനുസരിച്ചും അദ്ദേഹത്തിന് 67% വോട്ട് കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നിക്കോളാസ് മാദുരോയുടെ എണ്ണം വന്നപ്പം 51.6% നിക്കോളാസിനും ബാക്കിയുള്ളത് എമുദോ ഗോൺസാലസിനുമാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് താൻ ഇലക്ട് ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിച്ചുകൊണ്ട് മദുരോ ഭരണം തുടരുകയാണ് ചെയ്തത്. അപ്പോഴൊക്കെ ഇവരുടെയൊക്കെ ഭരണകാലത്ത് അമേരിക്കയുമായിട്ട് ഇവർ കോൺഫ്ലിക്റ്റിലാണ്. കാരണം ഇവരൊക്കെ പ്രഖ്യാപിത മാർക്സിസ്റ്റുകളാണ് ഒന്നാമത്. അപ്പൊ ഡെമോക്രസി ഇല്ല എന്നുള്ളതിന്റെ പേരിൽ തന്നെ ഇവിടെ അമേരിക്കയുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് നിലവിലുണ്ട്. ഇവർ മാത്രമല്ല, അവിടെയുള്ള പ്രദേശത്തുള്ള പല രാജ്യങ്ങളും ഈ പറയുന്നത് പോലെ അമേരിക്കയായിട്ട് കൊളംബിയ, നിക്കരാഗ്വേ, ക്യൂബ, ബ്രസീൽ വിവിധ രാജ്യങ്ങളൊക്കെ അമേരിക്കയുമായിട്ട് കോൺഫ്ലിക്റ്റിലാണ്. പക്ഷേ ഈ നിക്കോളാസ് മദുരോയുടെ ഇദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പ്രത്യേകത വെനിസ്വേല എന്ന് പറയുന്ന രാജ്യം ഓയിൽ റിച്ച് ആണ്, ഇമ്മൻസ്ലി ഓയിൽ റിച്ച് ആണ്. ലോകത്തിലെ ഏറ്റവും അധികം ഓയിൽ റിച്ച് ആയിട്ടുള്ള രാജ്യമാണ്. അപ്പൊ അത് പിന്നീട് 20th സെഞ്ചുറിയുടെ അവസാന ഭാഗത്തേക്കാണ് അത് മുഴുവനായിട്ടും എക്സ്കവേറ്റ് ചെയ്തും ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ അതില് ലോകത്തിലെ മൊത്തം ഓയിൽ ഡെപ്പോസിറ്റിന്റെ ഏകദേശം 20%, 17 to 20%, അതായത് 1/5 ഓയിൽ ഡെപ്പോസിറ്റ് ഈ ഒരു രാജ്യത്ത് മാത്രമുണ്ട്. അപ്പം സൗദി അറേബ്യ അത് കഴിഞ്ഞവരുള്ളൂ. ലോകത്തിലെ ഏറ്റവും ഓയിൽ റിച്ച രാജ്യമായിട്ട് കരുതപ്പെട്ടിരുന്നത് സൗദി അറേബ്യയാണ്. അപ്പൊ സൗദി അറേബ്യ പോലും ഈ വെനിസ്വേലയുടെ തൊട്ട് പുറകിലേ വരുന്നുള്ളൂ. വെനിസ്വേല കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യയാണ്, അടുത്ത് ഇറാനാണ്, പിന്നെ ഇറാഖാണ്. അങ്ങനെയാണ് അതിന്റെ റാങ്കിങ് വരുന്നത്. അപ്പൊ നമുക്കറിയാവുന്നതുപോലെ ലോകത്തിലെ മൊത്തം പെട്രോളിയം ഡെപ്പോസിറ്റ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ 50% ഉള്ളത് മിഡിൽ ഈസ്റ്റിലാണ്. ബാക്കിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള. ആ വിവിധ ഭാഗങ്ങളുള്ളതിൽ ഒരു രാജ്യം എടുത്തു നോക്കിയാൽ ഏറ്റവും അധികം ഓയിൽ ഡെപ്പോസിറ്റ് ഉള്ളത് മിഡിൽ ഈസ്റ്റ് അടക്കമുള്ളത് വെച്ച് നോക്കിയാൽ ഏറ്റവും അധികം ഓയിൽ ഡെപ്പോസിറ്റ് ഉള്ളത് വെനിസ്വേലയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്ക ഇതിനകത്ത് താല്പര്യം ഉണ്ടായത് മാത്രമല്ല, ഈ വെനിസ്വേലയിലെ ഓയിൽ ഈ കാലമൊക്കെയും തന്നെയും എക്സ്ട്രാക്ട് ചെയ്യുന്നത് പിന്നെ ഖനനം ചെയ്തെടുക്കുന്നത് പ്രൈവറ്റ് കമ്പനികളാണ്, ഗവൺമെന്റ് അല്ല അത് ചെയ്യുന്നത്. അപ്പോൾ പ്രൈവറ്റ് കമ്പനികൾ, അത് അമേരിക്കൻ ബേസ്ഡ് ആയിട്ട് പ്രൈവറ്റ് കമ്പനികളുണ്ട്, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ പ്രൈവറ്റ് കമ്പനികളുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പോലും ONGC അടക്കം അവിടെ ഓയിൽ എക്സ്ട്രാക്ഷന് വേണ്ടി ഓയിൽ പിന്നെ എണ്ണ ഖനനം നടത്തുന്നുണ്ട്. നമുക്കവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഇന്ത്യക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പം ഈ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ഗവൺമെന്റ് അല്ല, പ്രൈവറ്റ് കമ്പനികൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഒക്കെയാണ് അവിടെ ഓയിൽ കുഴിച്ചെടുക്കുന്നത്. അപ്പൊ നല്ലതുപോലെ ഓയിൽ ഖനനം നടന്നിരുന്ന രാജ്യത്ത് പിന്നീട് ഈ ഓട്ടോക്രസി എല്ലാം വന്ന് ഓയിൽ ഖനനം എല്ലാം നിന്നുപോയി, രാജ്യത്ത് ഭയങ്കര ദാരിദ്ര്യമായി. അപ്പൊ രാജ്യത്ത് എതിർപ്പ് വന്നു. അപ്പൊ ഇവിടെ ഈ പറയുന്നത് പോലെ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം ഡ്രഗ്സിന്റെ അതിപ്രസരമുണ്ട്. ഇവിടെ ഭരണത്തിൽ വല്ലാതെ വീഴ്ച വന്നതോടെ വല്ലാതെ ആളുകൾ അഭയാർത്ഥികളായിട്ട് പുറത്തേക്ക് പോയി.
ഏകദേശം 80 ലക്ഷം ആളുകൾ ഇവിടെ നിന്ന് അഭയാർത്ഥികളായിട്ട് പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. അഭയാർത്ഥികളായിട്ട് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കയിലേക്ക് പോകാന്നതിൻ്റെ അർത്ഥം, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പോകാന്നതിൻ്റെ അർത്ഥം. നമുക്കറിയാവുന്നതുപോലെ ലോകത്തിൽ ഈ ലാറ്റിൻ അമേരിക്കയിലുള്ള ആളുകൾ മുഴുവൻ ആ ലാൻഡ് സ്ട്രിപ്പിലൂടെ, നിക്കറാഗയൊക്കെ ഉള്ള ലാൻഡ് സ്ട്രിപ്പിലൂടെ, ഇക്വഡോറൊക്കെയുള്ള ലാൻഡ് സ്ട്രിപ്പിലൂടെ കടന്ന് അവര് പിന്നെ മെക്സിക്കോയിലെത്തുകയും മെക്സിക്കോയിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് ചാടിക്കടക്കുകയും ചെയ്യുന്ന ഒരു വലിയ പരിപാടി. കാരണം ഒരുപാട് പേര് അമേരിക്കയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ട്രംപ് അധികാരത്തിൽ വന്നതെന്നൊക്കെ നമുക്കറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കാരായിട്ടുള്ള കുറെ ആളുകൾ, ഇവരൊക്കെ ഈ വഴിക്ക് തന്നെ പോയതാണ്. ഈ കൊളംബിയയിൽ ചെന്ന് ഇറങ്ങിയിട്ട് കരമാർഗം നടന്നിട്ടൊക്കെയാണ് ഈ പറയുന്ന ലാൻഡ് സ്ട്രിപ്പ് ക്രോസ് ചെയ്ത് മെക്സിക്കോയിലെത്തിയിട്ട് മെക്സിക്കോയിൽ നിന്ന് മെക്സിക്കോ അമേരിക്ക ബോർഡർ ക്രോസ് ചെയ്തിട്ടാണ് ഇല്ലീഗൽ ആയിട്ടുള്ള ഇമ്മിഗ്രൻസ് മുഴുവൻ അമേരിക്കയിൽ എത്തുന്നത്. അപ്പൊ ഈ പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് ഒരു വലിയ തലവേദനയാണ് അമേരിക്കയെ സംബന്ധിച്ച്. അപ്പൊ അവിടെ അങ്ങനെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മദുരോയുടെ തകർന്ന ഭരണമാണ്. ഇവരൊക്കെ ഭരണത്തിൽ വന്നത്, ഇത് ഷാവേസ് ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന് പിൻഗാമിയായിട്ട് വന്ന മദുരോ ആയിക്കോട്ടെ, ഇവരൊക്കെ പറയുന്നത് ഈ പ്രൈവറ്റ് കമ്പനികളിൽ നിന്ന് ഓയില് പബ്ലിക് സെക്ടറിലേക്ക് കൊണ്ടുവന്ന് ജനത്തിന് ഉപകാരപ്പെടുത്താമെന്നാണ്. പക്ഷെ ഒരു അശേഷം ഒരു ചെറുവിരൽ പോലും ഇവർ ഇത്തരം കാര്യങ്ങളിൽ ചെയ്തിട്ടില്ല. ഇവരെ ഈ ഓയിൽ മുഴുവൻ ഖനനം ചെയ്യുവാനായിട്ട് പ്രൈവറ്റ് കമ്പനികളെ അനുവദിക്കുകയും അതിന്റെ വീതം പറ്റി സമൃദ്ധമായി ജീവിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പോളിസിയാണ് നിരന്തരമായിട്ട് എടുത്തിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പബ്ലിക് അപ്രൈസിംഗ് ഒക്കെ ഇവർക്കെതിരെ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മരിയ മച്ചാഡോ ഒക്കെ ഇവിടെ ജനാധിപത്യവാദികളുടെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് നയിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുകയും ഈ മദുരോയോട് അധികാരം ഒഴിഞ്ഞ് പോകണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് കുറച്ച് ഏകദേശം ഒരു 1-2 മാസമായിട്ട് വലിയ മിലിറ്ററി ബിൽഡപ്പ് അമേരിക്ക ഈ ഇക്വഡോറിന്റെ ചുറ്റും നടത്തിയിരുന്നു. അങ്ങനെ ആ ബിൽഡപ്പ് നടത്തി ഇക്വഡോറിന്റെ വളരെ അടുത്ത് വരെ എത്തി. ഇപ്പം നിങ്ങളെ ആക്രമിക്കുന്ന 3-4 ഭീഷണിയൊക്കെ ട്രംപിന്റെ സ്റ്റൈല് നടത്തി. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ അവർ ആക്രമണമൊന്നും നടത്തിയില്ല. അവർ നേരെ ഈ പ്രസിഡന്റ് ഒളിച്ച് താമസിക്കുന്ന, അദ്ദേഹം സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ട് വളരെ സെക്യൂർ ആയിട്ടുള്ള കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നത്. ആ കൊട്ടാരത്തിൽ അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു എലൈറ്റ് ഫോഴ്സ് ആണ്. അവർ ആ കൊട്ടാരത്തിൽ ഇരച്ചു കയറി ഈ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യനെയും പിടിച്ചുകൊണ്ടുപോയിട്ട് അമേരിക്കയുടെ ഒരു വാർഷിപ്പിൽ കൊണ്ടാക്കി. അപ്പം അവര് ഇന്നലെ അവരെ പിന്നെ വാഷിങ്ടണിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവര് നാർക്കോട്ടിക് ടെററിസം നടത്തി എന്നുള്ളതാണ് അമേരിക്കയുടെ ആരോപണം. നാർക്കോട്ടിക് ടെററിസം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്ക് ഡ്രഗ്സ് കയറ്റി അയച്ച് അമേരിക്കൻ പൗരന്മാരെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നാർക്കോട്ടിക് ടെററിസം എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ നാർക്കോട്ടിക് നെറ്റ്വർക്കിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് നിക്കോളാസ് മാദുരോ എന്നാണ് ഈ അമേരിക്ക ആരോപിക്കുന്നത്. അവർക്കത് കോടതിയിൽ തെളിയിക്കാൻ കഴിയുമെങ്കിൽ തെളിയിക്കട്ടെ. എന്തായാലും അവർ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അവരുടെ രാജ്യത്തെ റെസ്പോൺസ് എന്താണെന്നുള്ളത്, രാജ്യത്തെ ജനങ്ങൾ അത്യാഹ്ലാദത്തിലാണ്. ഈ മനുഷ്യനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രാജ്യത്തെ ജനങ്ങൾ അത്യാഹ്ലാദത്തിലാണ്. നമ്മളുടെ ഇവിടെ പിന്നെ ഇടതുപക്ഷ പാർട്ടികൾക്കും പിന്നെ നമ്മുടെ കാന്തപുരം മുസ്ലിംകൾക്കൊക്കെ ഭയങ്കര മനപ്രയാസമായിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ കരയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തെ ഈ നിക്കോളാസ് മാദുരോനെ ഉടനെ തിരിച്ചു വിടണം, ഇല്ലെങ്കിൽ അമേരിക്കയിലെ ഭരണകൂടത്തിന് എന്തെങ്കിലും ആണ് ചെയ്തു കളയെന്നൊക്കെ ഇന്നലെ നമ്മുടെ MA ബേബി പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ അമേരിക്ക അത് പേടിച്ചിട്ട് ഒരു വിടുമെന്ന് നമുക്കറിയാൻ പാടില്ല. എന്തായാലും ശരി, നിക്കോളാസ് മാദുരോ ആ നാട്ടുകാരെ സംബന്ധിച്ച് അങ്ങേയറ്റം വെറുക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തെ അമേരിക്ക പിടിച്ചുകൊണ്ട് പോയതിൽ ആ നാട്ടിലുള്ള മനുഷ്യർ അങ്ങേയറ്റം സന്തുഷ്ടരാണ്. അവരത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് പിടിച്ചു കഴിഞ്ഞ ഉടനെ ട്രംപിന്റെ സ്റ്റൈലിൽ പറഞ്ഞു, വി വിൽ ഗവേൺ വെനസ്വേല ഫോർ ദ ടൈം ബീയിങ്, തൽക്കാലത്തേക്ക് ഞങ്ങളാണ് വെനസ്വേലയെ ഭരിക്കാൻ പോകുന്നത്. അദ്ദേഹം വലിയ നീട്ടി വലിച്ചൊരു പ്രഖ്യാപനം നടത്തി. അപ്പൊ എന്താ അദ്ദേഹം പ്രഖ്യാപനം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. എന്തായാലും അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡെൽസി റോഡ്രിഗസിനെ സുപ്രീം കോർട്ട് പുതിയ പ്രസിഡന്റ് ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. അമേരിക്ക അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളുടെ ഈ പിന്നെ മരിയ മച്ചാഡോ വിചാരിച്ചത് മരിയ മച്ചാഡോയെയോ അല്ലെങ്കിൽ അവരുടെ നോമിനി ആയിട്ടുള്ള എമുഡോ ഗൊൺസാലസിനെയോ പ്രസിഡന്റ് ആക്കുമെന്നാണ് നമ്മളുടെ ട്രംപിന് വേണ്ടി സമാധാനത്തിന്റെ നോബൽ പ്രൈസ് സമർപ്പിച്ചിരുന്ന മരിയ മച്ചാഡോ വിചാരിച്ചത്. പക്ഷെ ട്രംപിന് അവരോട് അത്ര വലിയൊരു അപ്രീസിയേഷൻ ഇല്ല എന്ന് വിചാരിക്കണം. മാത്രമല്ല, ഒരു രാജ്യം ഭരിക്കണം, നോബൽ പ്രൈസ് വാങ്ങിയാൽ മാത്രം പോരാ. അപ്പൊ ട്രംപിന്റെ കണ്ണിലെ കുറച്ചും കൂടി നല്ലത് അത് ഡെൽസി റോഡ്രിഗസ് ആണ്. അവർ വളരെ കഴിവ് തെളിയിച്ചുള്ള ഒരു ലേഡിയാണ്. അപ്പൊ അവര് ആദ്യം മുതലേ ട്രംപിന് നേരെ ചീറിക്കടിക്കുന്നുണ്ട്. പിന്നെ ഈ രാജ്യത്തിന് അവർ ഇന്നലെയും അവരെ പ്രസിഡന്റ് ആയിട്ട് സുപ്രീം കോടതി നിയമിച്ചപ്പോഴും അവർ പറഞ്ഞത് ഈ രാജ്യത്തിന് ഒരു പ്രസിഡന്റേ ഉള്ളൂ, അത് നമ്മുടെ നിക്കോളാസ് മാദുരോയാണ്, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ പ്രസിഡന്റ് ആവുന്നത് എന്നൊക്കെ അവര് നീട്ടി വലിച്ച് പ്രഖ്യാപിച്ചെങ്കിലും ആ പ്രഖ്യാപനം കേട്ട ആരും അത് വലുതായിട്ട് വിശ്വസിക്കുന്നില്ല. അത് നാട്ടുകാരെ പറ്റിക്കാനുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് ആളുകൾ വിചാരിക്കുന്നത്. അവർ അമേരിക്കയുടെ ഒരു മൗത്ത് പീസായി മാറും എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. കാരണം പ്രസിഡന്റ് ട്രംപ് അവർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല, അവർക്ക് അനുകൂലമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവരെ സുപ്രീം കോർട്ട് പ്രസിഡന്റ് ആക്കിയതിനെ കുറിച്ച് അമേരിക്ക ഒന്നും പറയാതിരുന്നതിന്റെ അർത്ഥം ആ കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഭരണം നടന്നു പോയിക്കോട്ടെ,
പ്രോ അമേരിക്കൻ ഭരണം അവിടെ നടക്കണം എന്നൊരു താല്പര്യം മാത്രമാണ് അമേരിക്കയോട് ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നമുക്കറിയാവുന്നതുപോലെ ഈ എന്തുകൊണ്ട് അമേരിക്ക ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തി, അപ്പം അതിന് ഒന്നാമത്തെ കാരണം തന്നെ അതിൻ്റെ ഓയിൽ റിച്ച് നേഷനാണ് എന്നുള്ളതാണ്. അപ്പം ആ ഓയിൽ റിച്ച് നേഷനിൽ പ്രൈവറ്റ് കമ്പനികളാണ് എക്സ്കേവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കൻ കമ്പനികൾക്ക് സ്വാഭാവികമായിട്ടുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ അമേരിക്കൻ കമ്പനികൾ അവിടുന്ന് ഓയിൽ ഡിഗിങ് നടത്തും, ഓയിൽ പ്രൊക്യർ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അത് സ്വാഭാവികമായിട്ടും അതിൽ ഇന്റർനാഷണൽ രീതിയുണ്ട്. അതിനനുസരിച്ചാണ് സ്വാഭാവികമായിട്ടും എത്രയധികം ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു അതിൻ്റെ എല്ലാ മെച്ചവും ആ രാജ്യത്തിന് കിട്ടുകയും ചെയ്യും. ഓയിൽ കട്ടുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. അത് പ്രൊഡ്യൂസ് നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ പോലും അവിടെ മുതൽ മുടക്കി പെട്ട് കിടക്കുകയാണ്. കാരണം അമേരിക്കൻ ഉപരോധം ഉണ്ടായിരുന്നു. ഈ ഉപരോധം നീക്കുകയാണെങ്കിൽ നമ്മളുടെ കമ്പനികൾക്കും അവിടെ ആക്റ്റീവായിട്ട് പെരുമാറാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഈ ഓയിൽ വലിയ ഷോർട്ടേജ് ഉണ്ട് ലോകത്തെമ്പാടും. അപ്പോൾ ഓയിൽ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് റഷ്യൻ ഓയിലിന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വലിയ ഡിമാൻഡ് ഉണ്ടാവാനുള്ള കാരണം ഓയിൽ ഷോർട്ടേജ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ വെനിസ്വേലയിലെ ഓയിൽ പ്രൊഡക്ഷൻ വളരെ ഹൈ ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ വെനിസ്വേലിയൻ ഓയിൽ അവൈലബിൾ ആകും. അപ്പം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വെനിസ്വേലിയൻ ഓയിലിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ ഓയിലിന്റെ ഡിമാൻഡ് വല്ലാതെ കുറയും. അപ്പം ഈവൻ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇപ്പോഴും റഷ്യൻ ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിപ്പെൻഡൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സോ ദാറ്റ് റഷ്യൻ ഇക്കോണമി വിൽ കൊളാപ്സ് ആൻഡ് ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ടു സോൾവ് ദാറ്റ് യുക്രൈനിയൻ വാർ. അപ്പോൾ ഉക്രൈനിയൻ യുദ്ധത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിനകത്തുള്ളതായിട്ട് പറയുന്നു. വേറെ നിർബന്ധമായിട്ട് ഇവരുടെ മാർക്സിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. ഈ മധുരോ പോലത്തെ ആളുകൾക്ക് വലിയ മാർക്സിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. അവരുടെ കണക്ഷൻസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചൈനയുടെ വലിയൊരു ഇടപെടൽ ഈ അടുത്ത കാലത്തായിട്ട് ഈ വെനിസ്വേലയിലുണ്ട്. ചൈനയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ചൈനീസ് കമ്പനികളുടെ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നു. കരീബിയൻ സീയിൽ ചൈനയുടെ സാന്നിധ്യം വല്ലാതെ വരുന്നു. പനാമ കടലിടക്ക് പിടിച്ചെടുക്കാൻ ചൈന ശ്രമിക്കുന്നു. അപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ ചൈനയുടെ വലിയ ഒരു സ്വാധീനം, വാസ്തവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഇതാണ്. അപ്പോൾ ചൈനയെ പൂർണ്ണമായിട്ടും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഒഴിവാക്കുക. ലാറ്റിൻ അമേരിക്ക അമേരിക്കയുടെ ഒരു കോളനി ആയിട്ടാണ് കരുതുന്നത്. നമ്മളിപ്പോൾ അതിനകത്ത് ശരിതെറ്റുകൾ പറഞ്ഞിട്ട് കാര്യങ്ങളില്ല. ശക്തൻ ഭരിക്കും എന്നുള്ളതാണ് ലോകത്തിലെ നിയമം. നമ്മൾ വെറുതെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അമേരിക്ക പവർഫുള്ളാണ്. അപ്പോൾ അവരുടെ പവറിനകത്തേക്ക് തുറന്നു കയറുന്ന ചൈനയെ അവിടുന്ന് എക്സ്പെൽ ചെയ്യേണ്ടത് അവരുടെ വലിയ ആവശ്യമാണ്. അപ്പോൾ അത് വെനിസ്വേല ഈ മദുരോ ഹാസ് കണക്ഷൻ വിത്ത് ചൈന, ദെൻ റഷ്യ, ക്യൂബ, ഇറാൻ. ഇപ്പോൾ ഇറാൻ അതിനകത്ത് കയറി കളിക്കുന്നുണ്ട്. അതിനകത്ത് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ കളിക്കുന്നുണ്ട്. ഈ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർക്ക് ലോകം മുഴുവൻ ലിങ്കുണ്ട്. എല്ലാ സ്ഥലത്തും. ഈവൻ നമുക്കറിയാവുന്നതാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ആ നെറ്റ്വർക്കിനെ പരന്നു കിടക്കുകയാണ്. അപ്പോൾ ലോകം മുഴുവൻ പറന്നു കിടക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ നെറ്റ്വർക്കുകളിലൂടെ ഇന്റലിജൻസ് മാത്രമല്ല വെപ്പൺസും ഡ്രഗ്സും ഒക്കെ കൈമാറ്റം ചെയ്യാൻ സാധിക്കുമെന്നുള്ള വലിയൊരു സൗകര്യമുള്ളത് കൊണ്ട് ഇന്ന് ലോകത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ നെഗറ്റീവ് ഫോഴ്സുകളും ഇസ്ലാമിസ്റ്റ് ഫോഴ്സുകളുമായിട്ട് കൈകോർത്താണ് പ്രവർത്തിക്കുന്നത്. കാരണം ഇവർക്ക് ഡ്രഗ് പെഡലിംഗ് എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ് ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. അപ്പോൾ ലോകം മുഴുവൻ ഈ ഡ്രഗ്സിനെ സ്പ്രെഡ് ചെയ്യാൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ഉപയോഗിക്കാൻ പറ്റും. അവരെ സംബന്ധിച്ച് അവർക്കത് വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്ന് അവർക്ക് ആയുധങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും, ആളുകളെ കൊന്നൊടുക്കാൻ സാധിക്കും. ഇപ്പം ഇത് ഒരു പരസ്പര പൂരകമായ സംഗതിയാണ്. അപ്പോൾ ഈ ആദ്യമായിട്ട് ഈ അമേരിക്കയുടെ ആക്ഷനെതിരെ ഏറ്റവും ആദ്യം പ്രതികരിച്ചത് പാലസ്തീന. അപ്പം അത് കഴിഞ്ഞിട്ടാണ് റഷ്യയും ദെൻ ഇറാനും ചൈനയും നോർത്ത് മറ്റ് രാജ്യങ്ങളൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചത്. അപ്പം നമ്മളുടെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളതും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത്. കാരണം നമ്മളെ സംബന്ധിച്ച് 150 കോടി ആളുകൾ അധിവസിക്കുന്ന ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇതിനകത്ത് അമേരിക്കയോട് വഴക്കുണ്ടാക്കാൻ പോയിട്ട് അല്ലെ അമേരിക്കനെ അപലപിക്കാൻ പോയിട്ട് അവരുടെ അനിഷ്ടം വാങ്ങിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. കാരണം വെനിസ്വേല നമ്മളെ പ്രത്യേകിച്ചൊന്നും ഇങ്ങോട്ട് വന്ന് സഹായിക്കാനും പോകുന്നില്ല. അവിടെ ഡെമോക്രസി സ്ഥാപിക്കണം അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് അവിടെ വെനിസ്വേലയിലെ സംഭവ വികാസങ്ങളിൽ ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട് എന്നുള്ള പ്രസ്താവനയോടെ ഇന്ത്യ അത് അവസാനിപ്പിച്ചു. അവിടെ അമേരിക്കയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇറാനിൽ നടന്ന കാര്യത്തിൽ, ഇറാനിലുണ്ടായ ഇസ്രായേൽ അമേരിക്കൻ ഇടപെടലിനെ സംബന്ധിച്ചും ഒക്കെ ഇന്ത്യയുടെ പ്രതികരണം ഇതുപോലെ തന്നെയാണ്. നേരെ മറിച്ച് 1993 പനാമയിൽ അമേരിക്ക ഇടപെട്ട സമയത്ത് അന്നത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന IK ഗുജ്റാൾ അമേരിക്ക പേരെടുത്ത് പറഞ്ഞ് അപലപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് മെച്ചമാണ് ഉണ്ടായതെന്നുള്ളത് അറിയാൻ പാടില്ല. എന്തായാലും പനാമയിൽ അതുകൊണ്ട് എന്തെങ്കിലും മെച്ചമോ അല്ലെ പനാമയുടെ അമേരിക്കൻ ഇടപെടൽ ഇല്ലാതായി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മളുടെ ഇവിടുത്തെ ഡിപ്ലോമാറ്റിക് സർക്കിളിലുള്ള പൊതുവെയുള്ള സംസാരം സംഭവിക്കാനുള്ള സംഭവിച്ചു. നമ്മളിവിടുന്ന് എന്ത് പ്രസ്താവിച്ചാലും വെനിസ്വേലയിലെ ഈ മദുരോനെ അമേരിക്ക വിടാൻ പോകുന്നില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലവെക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സംഗതി. നമുക്ക് നമ്മളുടെ കാര്യം നോക്കി നിൽക്കാം എന്നുള്ള നിലപാടാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്, ഇടപെട്ടിട്ടുള്ളത്. ഏകദേശം യൂറോപ്യൻ രാജ്യങ്ങളുടെയും പ്രതികരണം ഏതാണ്ട് ഈ നിലയിൽ തന്നെയാണ്.
അവരും പ്രത്യേകിച്ച് അമേരിക്കയുടെ പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. മാർപ്പാപ്പയുടെ പ്രസ്ഥാനം വന്നിട്ടുണ്ട്. അദ്ദേഹവും പറഞ്ഞത് വെനിസ്വേലയിൽ നല്ലത് സംഭവിക്കണം എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ വാസ്തവത്തിൽ ആളുകളുടെ ഒരു റിയാക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വെനിസ്വേലയിൽ സംഭവിച്ചത് നല്ലതാണ് എന്നുള്ളതാണ്. കാരണം അവിടുത്തെ ആളുകൾ ജുബിലിയൻ്റാണ്, അവർ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രാജ്യത്തെ ആളുകൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് അമേരിക്കയുടെ അസൂയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇപ്പം തിരുവനന്തപുരത്തൊക്കെ പ്രകടനങ്ങളൊക്കെ നടത്തിയതുപോലെ അത് ഒരു മൂക്കിപ്പനി വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ അമേരിക്ക പോകും. പക്ഷേ എന്താവശ്യം വന്നാലും അമേരിക്കനെ നോക്കി കരയും. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഞങ്ങൾ ഭയങ്കര ഡെമോക്രാറ്റുകളാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യവാദികളാണെന്നൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ ഡബിൾ സ്റ്റാൻഡേർഡ്സ് പൊതുവെ ഇപ്പം നമ്മളുടെ ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കാറില്ല. നേരിട്ടാണ് സംഭവിക്കാനുള്ളത് സംഭവിച്ചു, നമുക്ക് അതിനകത്ത് കാര്യമില്ല എന്നൊരു നിലപാടാണ് നമ്മളുടെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതാണ് ഈ വെനസ്വേലയിലെ സംഭവങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ജനറൽ ഡിസ്ക്രിപ്ഷൻ.